പ്രായമുള്ള കുട്ടി മരിക്കാനുള്ള കാരണം കിടന്നുള്ള പാല് കൊടുപ്പാണ്. പെണ്ണുങ്ങൾ മടി കാണിച്ചുകൊണ്ട് കിടന്നുകൊണ്ട് പാല് കൊടുക്കും. നിനക്കറിയില്ലല്ലോ, അള്ളാഹു നമ്മുടെ കഴിഞ്ഞ ആഴ്ച 2 മാസം പ്രായമുള്ള ഒരു കുട്ടി, ഒരു ഉസ്താദിന്റെ കുഞ്ഞ, 2 വയസ്സല്ല 2 മാസമേ പ്രായമുള്ളൂ, അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അള്ളാഹു ആ കുടുംബത്തിന് സമാധാനം കൊടുക്കുമാറാകട്ടെ. 2 വയസ്സോടോ 2 മാസം പ്രായമുള്ള കുട്ടിക്ക് അറ്റാക്ക്. കിടന്ന് പാല് കൊടുക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ, അല്ലേ? ഭാര്യമാർ ഒരു കാരണവശാലും നിങ്ങൾ സമ്മതിക്കരുത്. പെണ്ണുങ്ങളോട് പറയണം, പെണ്ണുങ്ങൾ കിടന്ന് പാല് കൊടുക്കുമ്പോഴോ മക്കൾക്ക് കിടന്നൊരിക്കലും പാല് കൊടുക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 2 മാസം പ്രായമുള്ള കുട്ടി മരിക്കാനുള്ള കാരണം കിടന്നുള്ള പാല് കൊടുപ്പാണ്. പെണ്ണുങ്ങൾ മടി കാണിച്ചുകൊണ്ട് കിടന്നുകൊണ്ട് പാല് കൊടുക്കും. നിനക്കറിയില്ലല്ലോ, അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എനിക്കുണ്ട് എൻ്റെ വീട്ടിൽ. എൻ്റെ ഭാര്യയോട് എനിക്കറിയുന്ന ഒരുപാട് മരണം ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ ഭാര്യ സുമയ്യ കടന്നുകൊണ്ടാ പാല് കൊടുക്കാറ്. രാത്രി കടന്നുകൊണ്ട് കൊടുക്കും. ഇവിടെ ഉപദേശിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ എന്ത് ചെയ്തു, ഒരിക്കൽ അവളിങ്ങനെ വീടിനകത്ത് കിടക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്നു. അവളുടെ വായിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു. അവൾ കിടക്കുകയാണ്, ഞാൻ വായിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ചാടി അങ്ങോട്ട് എഴുന്നേറ്റു. വല്ലാതെ ബുദ്ധിമുട്ട്. എന്തായിക്ക, എന്നെ കൊല്ലാൻ നോക്കുവാണോ? എന്നോട് ചോദിച്ചു, എന്തായിക്ക എന്നെ കൊല്ലാൻ നോക്കുവാണോ? ഞാൻ ചോദിച്ചു, കാള പോലെ വളർന്നിരിക്കുന്ന നിനക്ക് ഈ വെള്ളം കുടിക്കാൻ പറ്റണില്ല, പിന്നെ എൻ്റെ മോനെ നീ കൊല്ലുവല്ലേന്ന് ചോദിച്ചു. ഉപദേശിച്ച ചിലപ്പോൾ കേൾക്കൂല. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്ക്. നിന്റെ ഭാര്യ കിടന്ന് പാല് കൊടുക്കുന്നുണ്ടെങ്കിൽ അവളെ കിടത്തിയിട്ട് ഇത്തിരി ഒഴിച്ചു കൊടുത്തു വയ്ക്കുക. കുടിക്കുവോ? കുടിക്കൂല. അപ്പൊ ഈ കുഞ്ഞങ്ങനെ കുടിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കടന്ന് പാല് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രയാസമാണ്. പണ്ടുള്ള ഉമ്മമാര് പറയും കൊടുക്കരുതെന്ന്. ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് മടി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ആ പാവപ്പെട്ട ഉസ്താദിനെ